ബൈജു കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യ കണ്ണിയായി എ റഹീം ചേരുമെന്നറിഞ്ഞു. അവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായോ? എപ്പോഴേക്ക് തുടങ്ങും? തീർച്ചയായും അശ്വതി, ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ഡിവൈഎഫ്ഐയുടെ പരിപാടി അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കും. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ആദ്യ കണ്ണിയാവുക എ റഹീമാണ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ആദ്യ കണ്ണിയാകും. പിന്നീട് ചന്ദ്രഗിരി സംസ്ഥാന പാതയിലൂടെ 46 കിലോമീറ്ററാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. ഈ കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയായ കാലിക്കടവിൽ മുൻ MP പി കരുണാകരനായിരിക്കും കണ്ണിയാവുക. എന്തായാലും 1 ലക്ഷത്തോളം പേരെ കാസർഗോഡ് ജില്ലയിൽ പങ്കെടുപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇവിടെ അണിചേരും. എന്തായാലും 4:00-ക്ക് ട്രയൽ ആരംഭിക്കും. 5 മണിക്കാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പൊതുയോഗവും ഉണ്ടാവും. പ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൊതുയോഗം ഉണ്ടാവുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടി നടക്കുക. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച് 651 കിലോമീറ്റർ രാജ്ഭവനിലേക്ക്, ഇങ്ങനെയാണ് ഈ പദ്ധതി ഉള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനായി ഉണ്ടായത്. ഇപ്പോഴും അവസാനവട്ട ഒരുക്കങ്ങളിലാണുള്ളത്. ഏറെയും രാവിലെയോട് കൂടി തന്നെ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കും. അശ്വതി. ശരി, ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചെങ്ങല അല്പസമയത്തിനകം നടക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യ ചെങ്ങല.